ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു റഷീസ് ക്ലാസ്സസ്. ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഞാൻ ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് 10ാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന ചാപ്റ്ററാണ് എടുക്കുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഗ്യാസസ്, അതായത് വാതകങ്ങളുടെ സവിശേഷതകൾ. ബോയിൽസ് ലോ, ദെൻ ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, ദെൻ നെക്സ്റ്റ് ഈസ് മോൾ കോൺസെപ്റ്റ്. ഫസ്റ്റ് we will discuss the characteristic features of gases. You know the 3 states of matter: solid, liquid and gas. ദ്രവ്യത്തിന് 3 അവസ്ഥകളുണ്ട്: ഖരം, ദ്രാവകം, വാതകം. ഇതിൽ വാതകങ്ങൾക്ക് കുറേ പ്രത്യേക സവിശേഷതകൾ ഉണ്ട്. നിങ്ങൾക്കറിയാവുന്ന വാതകങ്ങൾ, ഗ്യാസസ് ഒന്ന് ലിസ്റ്റ് ചെയ്യാമോ? നമുക്ക് ഇൻഡസ്ട്രിയിലും നിത്യജീവിതത്തിലും പിന്നെ വ്യവസായശാലകളിൽ, ലാബുകളിൽ ഒക്കെ പല വാതകങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്തേ. ഒന്ന്, ശ്വസനത്തിന് ആവശ്യമായ ഓക്സിജൻ, അത് എലമെന്റ്, അതായത് മൂലകങ്ങളുടെ രൂപത്തിലാണ്. പിന്നെ അമോണിയ, അമോണിയ എന്തിനാണ് ആവശ്യം? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അമോണിയ, NH3, അതൊരു കോമ്പൗണ്ടാണ്. അപ്പോൾ അതും ഒരു വാതകമാണ്. പിന്നെ നൈട്രജൻ, ഹൈഡ്രജൻ, ഹൈഡ്രജൻ ഭാവിയിലെ ഇന്ധനമാണ്, ഫ്യൂവൽ ഓഫ് ഫ്യൂച്ചർ. അപ്പം ഇതൊക്കെ വാതകങ്ങളാണ്. ഇനി ഈ വാതകങ്ങൾക്ക് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്? നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻ ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾസ്. നിങ്ങൾക്കറിയാം, മാറ്ററിൽ തന്നെ എല്ലാം എന്തുകൊണ്ടുണ്ടാക്കിയാണ്? തന്മാത്രകൾ കൊണ്ട്, മോളിക്യൂൾസ് കൊണ്ട്. അതിൻ്റെ ബേസിക് പാർട്ടാണ്, ബേസിക് യൂണിറ്റാണ് മോളിക്യൂൾ. അപ്പോൾ നമുക്കെന്ത് പറയാം? ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻ ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾസ്. ഓരോ വാതകത്തിനും അതിസൂക്ഷ്മങ്ങളായ തന്മാത്രകളുണ്ട്. വെൻ കമ്പയർഡ് ടു ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ്, ദ വോളിയം ഓഫ് എ മോളിക്യൂൾ ഈസ് വെരി ലെസ്. മൊത്തം വാതകത്തിൻ്റെ വ്യാപ്തം നമ്മൾ എടുത്താൽ അതിലുള്ള ഓരോ തന്മാത്രയ്ക്കും ഉള്ള വോളിയം എന്ന് പറയുന്നത്, വ്യാപ്തം എന്ന് പറയുന്നത് വളരെ കുറവാണ്, നെഗ്ലിജിബിൾ ആണ്. മോളിക്യൂൾസ് ആർ ഇൻ റാപ്പിഡ് റാൻഡം മോഷൻ. ദേ കൊളൈഡ് ഈച്ച് അതർ ആൻഡ് ഓൾസോ ദേ കൊളൈഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ ഇൻ വിച്ച് ഇറ്റ് ഈസ് കെപ്റ്റ്. ദിസ് കോസസ് പ്രഷർ ഓഫ് ഗ്യാസ്. മോളിക്യൂൾസ്, ഇതിൻ്റെ തന്മാത്രകൾ അതിവേഗം എല്ലാ ദിശകളിലേക്കും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചലിക്കുമ്പോൾ ഇത് തമ്മിൽ തമ്മിൽ കൂട്ടിമുട്ടുകയും ഏത് കണ്ടെയ്നറിലാണോ ഇരിക്കുന്നത്, ഏത് പാത്രത്തിലാണോ ഉള്ളത്, അതിൻ്റെ വാൾസിൽ, അതിൻ്റെ ഭിത്തികളിൽ ഇത് ചെന്നിടിക്കുകയും ചെയ്യും. ഇതാണ്, ഈ വാൾസിൽ ചെന്നിടിക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് മർദ്ദം ഉണ്ടാകുന്നത്. വാതക മർദ്ദത്തിന് കാരണമാകുന്നത് അതാണ്. It causes pressure of gas. The collision between gas molecules are elastic, so there is no loss of energy. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ ഇലാസ്റ്റിക സ്വഭാവമുള്ളത് കൊണ്ട് അവിടെ ഊർജ്ജനഷ്ടം ഉണ്ടാകുന്നില്ല. ഈ വാതക തന്മാത്രകൾ തമ്മിൽ അതേപോലെ വാതക തന്മാത്രകളും ആ കണ്ടെയ്നറിൻ്റെ വാൾസും തമ്മിലും തീരെ ആകർഷണമില്ല. There is no attraction between the gas molecules and the surface of the walls. Let us complete the table 2.1. Energy of gas molecules very high. നമുക്കറിയാം, വാതക തന്മാത്രകൾക്ക് ഊർജം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അത് എല്ലാ വശത്തേക്കും മൂവ് ചെയ്യുന്നത്. അതിന് കൈനറ്റിക് എനർജി ഒരുപാട് കൂടുതലാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്, മോളിക്യൂൾസ് തമ്മിലുള്ള അകലം, ഇറ്റ് ഈസ് ഓൾസോ വെരി ഹൈ, ഒരുപാട് കൂടുതലാണ്. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ്, അതിന് ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ്, തമ്മിലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം വളരെ കുറവാണ്. ഇറ്റ് ഈസ് വെരി ലോ. നെക്സ്റ്റ് ഈസ് വോളിയം, അല്ലെങ്കിൽ വ്യാപ്തം. എന്താണ് വ്യാപ്തം? ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ആ സ്പേസിനാണ് പറയുന്നത് വോളിയം. ദ സ്പേസ് ഓക്കുപ്പൈഡ് ബൈ എ ഗ്യാസ് ഈസ് കോൾഡ് വോളിയം. വാതകത്തിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ, വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താണ്?
ഏത് കണ്ടെയ്നറിലാണോ അതിരിക്കുന്നത് അതായിരിക്കും അതിൻ്റെ വ്യാപ്തം. അപ്പം നമ്മൾ 1 ലിറ്റർ സിലിണ്ടർ അതിലേക്ക് ആ വാതകം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് ആ സിലിണ്ടറിൻ്റെ വോളിയം ആയിരിക്കും. അത് നമ്മൾ 5 ലിറ്റർ സിലിണ്ടറിലേക്ക് മാറ്റിയാലോ അതിൻ്റെ വോളിയം എന്താകും? 5 ലിറ്റർ ആയിരിക്കും. അതായത് വാതകം എല്ലായിടത്തേക്കും സഞ്ചരിക്കുന്നത് കൊണ്ട് ഏത് വെസലിലാണോ അത് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് കണ്ടെയ്നറിലാണോ എടുത്തിരിക്കുന്നത് അതെന്നറിയും. ഇവിടെ ഈ സിറിഞ്ചിന്റെ പിസ്റ്റൺ ഞാൻ പുറകിലേക്ക് വലിക്കുന്നു. അപ്പോൾ ഇതിലെ വാതകം എത്രയുണ്ട്? ഇത്രയും ഭാഗത്ത് വാതകമുണ്ട്. നമ്മൾ അമർത്തുകയാണെങ്കിൽ അതിൻ്റെ വ്യാപ്തം കുറയുന്നതായിട്ട് കാണാം, അതിൻ്റെ വോളിയം കുറയുന്നതായിട്ട് കാണാം. അതിൻ്റെ കാരണം എന്താണ്? തന്മാത്രകൾക്ക് ചലന സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ അടുത്തടുത്തായിട്ട് വരും. അതുപോലെ ഇങ്ങനെ നമ്മൾ അമർത്തുമ്പോൾ ഇതിന് മർദ്ദം കൂടുകയാണ്. അപ്പം മർദ്ദം കൂടുമ്പോൾ എന്ത് കുറയുന്നു? വ്യാപ്തം കുറയുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് എന്താണ് പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എന്ന് നോക്കാം. വാതകങ്ങളുടെ മർദ്ദം നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഇവിടെ ഒരു അടഞ്ഞ കണ്ടെയ്നറാണ്. ഇതിലെ വാതക തന്മാത്രകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് ചലന സ്വാതന്ത്ര്യമുണ്ട്. ഇത് വശങ്ങളിലൊക്കെ ചെന്ന് ഇടിക്കുന്നു. ഈ വശങ്ങളിലൊക്കെ ഇടിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? വാതകമർദ്ദം ഉണ്ടാകുന്നത്. നമുക്ക് ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ സർഫസ് ബൈ സർഫസ് ഏരിയ. മൊത്തം ബലം, അതായത് ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം എന്ന് പറയുന്നത് പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ആകെ ബലം ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ഭാഗം പ്രതലത്തിന്റെ പരപ്പളവ്. ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പം ഇതാണ്, അതായത് ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം, ഇതാണ് മർദ്ദം എന്ന് പറയുന്നത്. ആ ബലം തന്നെയാണ് അതിൻ്റെ മർദ്ദം. അപ്പം നമുക്ക് പ്രഷർ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? പ്രഷർ ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ യൂണിറ്റ് ഏരിയ. സോ നെക്സ്റ്റ് ഈസ് ടെമ്പറേച്ചർ. വാട്ട് ഈസ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ്. എന്താണ് കൈനറ്റിക് എനർജി? ചലിക്കുന്ന തന്മാത്രകൾക്ക് ഗതികോർജ്ജമുണ്ട്, അതാണ് കൈനറ്റിക് എനർജി. മൂവിങ് ആയിട്ടുള്ളതിന് ഉള്ള ഊർജ്ജമാണ് ഗതികോർജ്ജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി. നമ്മൾ ഏതെങ്കിലും ഒരു വസ്തു ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജി കൂടുന്നു, അതിന്റെ മൂവ്മെന്റ് കൂടുന്നു. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജമാണ് അതിന്റെ താപനില. ഇനി നമുക്ക് ഈ മർദ്ദവും വ്യാപ്തവും, അതായത് വോളിയവും പ്രഷറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ഇതിന് വ്യാപ്തം ഇത് ഫുൾ ഉണ്ട്. ഇനി നോസിൽ അടച്ചു പിടിച്ച് ഞാൻ ഈ പിസ്റ്റൺ മുന്നോട്ട് ചലിപ്പിക്കുന്നു. ഇവിടെ എന്ത് സംഭവിച്ചു? വ്യാപ്തം കുറഞ്ഞു. വ്യാപ്തം കുറഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? നമുക്ക് ഈ വിരലിൽ അറിയാം ഇതിന്റെ മർദ്ദം കൂടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും, അല്ലെങ്കിൽ വ്യാപ്തം കൂടിയാൽ മർദ്ദം കുറയും. ഇത് തമ്മിൽ വിപരീതാനുപാതത്തിലാണ്. P is inversely proportional to V, അല്ലെങ്കിൽ V is inversely proportional to ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുന്നു. അതിന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, വിപരീതാനുപാതം. മർദ്ദം വ്യാപ്തത്തിന് വിപരീതാനുപാതത്തിലാണ്, അല്ലെങ്കിൽ വ്യാപ്തം മർദ്ദത്തിന് വിപരീതാനുപാതത്തിലാണ്. ഇത് കണ്ടുപിടിച്ച ആളാണ് റോബർട്ട് ബോയിൽ. അതുകൊണ്ട് ഈ നിയമത്തെ ബോയിൽ നിയമം എന്ന് പറയുന്നു. ഇതിനെ നമുക്ക് ചുരുക്കി P ഇൻറ്റു V ഒരു സ്ഥിരസംഖ്യ, അല്ലെങ്കിൽ P ഇൻറ്റു V ഈസ് എ കോൺസ്റ്റന്റ്. ബോയിൽ നിയമം ചുരുക്കി എഴുതുന്നത് അങ്ങനെയാണ്. P ഇൻറ്റു V ഈസ് എ കോൺസ്റ്റന്റ്. ഇതിന് ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ പറയാമോ? ഒരു അക്വേറിയത്തിൽ നമ്മൾ സാധാരണ വാതക കുമിളകൾ കൊടുക്കും, വായു അതിലേക്ക് പാസ് ചെയ്യിപ്പിക്കും. കുമിളകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് എങ്ങനെയായിരിക്കും? ഒരു അക്വേറിയം ഉണ്ടെങ്കിൽ ഇതിൽ നമ്മൾ കൊടുക്കുന്നു. ഇവിടെ നിന്ന് ചെറിയ ബബിൾസ് ആണെങ്കിൽ കുമിളകൾ വലുതായി വലുതായി വരുന്നത് കാണാം. എന്തായിരിക്കും അതിന്റെ കാരണം? കാരണം അക്വേറിയത്തില് താഴെ ഈ ജലം പ്രഷർ ചെലുത്തുന്നുണ്ട്. അപ്പൊ പ്രഷർ, മർദ്ദം താഴെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യാപ്തം, ഈ കുമിളകളുടെ വ്യാപ്തം കുറവായിരിക്കും. ഈ ബബിൾസിന്റെ വ്യാപ്തം, വോളിയം കുറവായിരിക്കും. മുകളിലേക്ക് വരുന്തോറും ഇതിന്റെ വലിപ്പം കൂടിക്കൂടി വരുന്നതായിട്ട് കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അതേപോലെ തന്നെ കാലാവസ്ഥാ ബലൂണുകൾ മുകളിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ വലിപ്പം കൂടുന്നു. എന്തായിരിക്കും അതിന്റെ കാരണം?
കാലാവസ്ഥാ ബലൂണുകൾ മുകളിലെത്തുമ്പോൾ അതിന് അവിടെ പ്രഷർ കുറവാണ്, അന്തരീക്ഷ മർദ്ദം കുറവാണ്. താഴെയാണ് മർദ്ദം കൂടുതൽ, അപ്പം അതിന് വലിപ്പം കുറവായിരിക്കും. മുകളിലേക്ക് ചെല്ലുമ്പോൾ അത് വലുതായി 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 വരും. എങ്ങനെ നമുക്ക് ബോയിൽ നിയമം നിർവചിക്കാം? താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും അതിന്റെ മർദ്ദവും വിപരീതാനുപാതത്തിലായിരിക്കും. P ഗുണം V സമം ഒരു സ്ഥിരസംഖ്യ. ഇതാണ് ബോയിൽ നിയമം. When temperature is kept constant, volume of a gas of the given mass is inversely proportional to its pressure. P into V is a constant. This is Boyle's law. Next is വോളിയം ആൻഡ് ടെമ്പറേച്ചർ. ഇത് തമ്മിൽ എന്ത് ബന്ധമുണ്ട്? വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കാം. ഇഞ്ചക്ഷന്റെ മരുന്നെടുക്കുന്ന കുപ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ചെറിയ കുപ്പി, റബ്ബർ അടപ്പുണ്ട്. അങ്ങനെയുള്ളൊരു കുപ്പി കിട്ടുമെങ്കിൽ അതിന് ആ റബ്ബർ അടപ്പിലൂടെ ഒരു റീഫിൽ ട്യൂബ് കടത്തി വെക്കുക. എന്നിട്ട് ആ ട്യൂബിന്റെ ആ കുപ്പിയുടെ താഴെ ഒരു തുള്ളി ഇങ്ക് മഷി ഒഴിച്ച് വെച്ചിട്ട് അത് അടയ്ക്കുക. എന്നിട്ട് അതിനെ നമ്മൾ ഹോട്ട് വാട്ടറിൽ ഒന്ന് വെക്കുക. നമുക്ക് കാണാം ആ ഇങ്ക് ആ ട്യൂബിലൂടെ ഉയർന്നു വരുന്നതായിട്ട് കാണാം. ഇതിന്റെ കാരണം എന്താണ്? When temperature increases, kinetic energy increases and the ink rises. ഇങ്ക് മുകളിലേക്ക് ഉയരുന്നു. ഇവിടെ ആ കുപ്പി അടച്ചിരിക്കുകയാണ്. ടെമ്പറേച്ചർ കൂടിയപ്പോൾ അതിന്റെ വോളിയം കൂടി. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ബലൂൺ മാക്സിമം വീർപ്പിച്ച് നിങ്ങൾ വെയിലത്തിടുക. കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കറിയാം ബലൂൺ പൊട്ടിപ്പോകുന്നു. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം when temperature increases, വോളിയം increases. അപ്പോൾ അതിൻ്റെ വ്യാപ്തം കൂടിയിട്ട് പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അത് പൊട്ടും. അതുപോലെ നല്ല ചൂടുള്ള സമയത്ത് നിങ്ങൾക്കറിയാം ഗ്യാസ് സിലിണ്ടർ വെയിലത്ത് പുറത്ത് വെക്കരുതെന്ന് പറയും. ഇവിടെയൊക്കെ നമ്മൾ അകത്ത് തന്നെയാണ് വെക്കുന്നതെങ്കിലും ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഹൈ ടെമ്പറേച്ചറാണ്, ഔട്ട്സൈഡിൽ ഭയങ്കര ചൂടാണ്. ആ ചൂട് സമയത്തൊക്കെ പലരും ബാൽക്കണിയിലൊക്കെയാണിത് വെക്കുന്നത്. അങ്ങനെ വെക്കുന്നത് നല്ലതല്ല. കാരണം അതിനുള്ളിലുള്ള ഗ്യാസ് അതിന് വോളിയം കൂടുകയാണെങ്കിൽ അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ ചൂടുള്ള സമയങ്ങളിൽ നിങ്ങളുടെ സൈക്കിൾ ടയർ പലപ്പോഴും പൊട്ടാറുണ്ട്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ചൂട് കൊണ്ട് അതിനകത്തുള്ള വോളിയം കൂടിയിട്ട് അത് പൊട്ടുന്നതാണ് ഇതിന് കാരണം. ഇനിയും നിത്യജീവിതത്തിൽ പലതും ഇതേപോലെയുള്ളതുണ്ട്. നിങ്ങൾ അതൊന്ന് ലിസ്റ്റ് ചെയ്യുക. വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം ആദ്യമായി കണ്ടെത്തിയത് ജാക്വസ് ചാൾസ് എന്ന് പറയുന്ന സയന്റിസ്റ്റാണ്. അതുകൊണ്ട് ഈ നിയമത്തെ ചാൾസ് നിയമം എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ചാൾസ് നിയമം ഒന്ന് ഡിഫൈൻ ചെയ്താലോ, അല്ലെങ്കിൽ ഒന്ന് നിർവചിച്ചാലോ? മർദ്ദം സ്ഥിരമായിരുന്നാൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരനുപാതത്തിലായി. When pressure is constant, the volume of a given mass of gas is directly proportional to its temperature at Kelvin scale. നമുക്കിവിടെ നേരനുപാതമാണ്. V is directly proportional to T. അല്ലെങ്കിൽ V by T ഒരു സ്ഥിരസംഖ്യയാണ്. V by T is equal to a constant, ഒരു സ്ഥിരസംഖ്യ. വ്യാപ്തം കൂട്ടാം. അപ്പം വ്യാപ്തം കൂട്ടാനുള്ള രണ്ട് മാർഗങ്ങൾ എന്തൊക്കെയാണ്? മർദ്ദം കുറയ്ക്കുക, താപനില കൂട്ടുക. ഇനി ഈ മർദ്ദവും താപനിലയും സ്ഥിരമാക്കി നിർത്തിയാൽ എങ്ങനെ നമുക്ക് വ്യാപ്തം കൂട്ടാം? മർദ്ദവും നമ്മൾ മാറ്റുന്നില്ല, താപനിലയും മാറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? കുറെ കൂടി തന്മാത്രകൾ അതിലേക്ക് ചേർത്താൽ പോരെ? ഒരു ബലൂൺ ചെറുതായി നമ്മൾ വീർപ്പിക്കുന്നു, അതിന്റെ വ്യാപ്തം നമ്മൾ നോക്കുക. ഇനി കൂടുതലായിട്ട് വീർപ്പിച്ചാലോ? അതിന്റെ വ്യാപ്തം കൂടുന്നതായിട്ട് കാണും. വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് അമേഡിയോ അവഗാഡ്രോ. ഈ നിയമത്തെ അവഗാഡ്രോസ് ലോ അല്ലെങ്കിൽ അവഗാഡ്രോ നിയമം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് അവഗാഡ്രോസ് ലോ? When pressure and temperature is kept constant, the volume of a given mass of gas is directly proportional to the number of molecules. This is Avogadro's law. V is directly proportional to N when P and T is constant. മർദ്ദവും താപനിലയും സ്ഥിരമായിരിക്കുന്ന പക്ഷം ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അതിലെ തന്മാത്രകളുടെ എണ്ണത്തിന് നേരനുപാതത്തിലായി. അതായത് വ്യാപ്തം കൂടുമ്പോൾ തന്മാത്രകളുടെ എണ്ണം കൂടുന്നു, അല്ലെ തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോൾ വ്യാപ്തം കൂടുന്നു.
ഇതാണ് അവഗാഡ്രോ നിയമം. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N when P and T കോൺസ്റ്റന്റ്. V നേരനുപാതം N, പ്രഷറും അല്ലെങ്കിൽ മർദ്ദവും താപനിലയും സ്ഥിരമായിരിക്കുമ്പോൾ. ഇതാണ് അവഗാഡ്രോ നിയമം. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ കമൻസ് ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ഓരോ ആഴ്ചയിലും ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ആഴ്ചയിൽ, അങ്ങനെ ഓരോ ആഴ്ചയിലും ഞാൻ ക്ലാസ് ഇടുന്നുണ്ട്. ന്യൂ അപ്ഡേറ്റ്സിനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.